ഈ രൂപയും ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്ക് വെച്ചിട്ട് ഇന്നലെ ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങളിലൊരു വാർത്ത വന്നത് രൂപയുടെ മൂല്യം കൂപ്പുകുത്തി എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്തോ അങ്ങ് തകർന്നു എന്നുള്ള മട്ടിൽ ആണ് അത്തരം വാർത്തകൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ GDP ഗ്രോത്ത് 8.2% ആയപ്പോൾ അത് വായിക്കാൻ കാണിക്കാത്ത ആവേശമൊക്കെ രൂപയുടെ മൂല്യം തകർന്നു എന്നുള്ള വാർത്ത വായിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്തെ ഏതെങ്കിലും ഒരു യുദ്ധവിമാനം തകർന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു അക്കിടിയോ അമളിയോ പറ്റിയാൽ അത് വലിയ സന്തോഷത്തോടെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ, ഞാൻ ഈ ഇത്തരം വാർത്തകൾ ഒരുപാട് കാണുന്നു. ആളുകളെല്ലാം ഡോളറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആണ് നമ്മൾക്കൊരു GDP വളർച്ച ഉണ്ടായി എന്ന് പറയുമ്പോഴും ഡോളറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കണ്ടോ രൂപയുടെ മൂല്യം കൂപ്പുകുത്തി എന്നും പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കൊടുക്കുകയും ഇത് കാണുന്ന സാധാരണക്കാരൻ ഈ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്തോ അപകടത്തിലാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ നീക്കാൻ പച്ച മലയാളത്തിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി നമ്മളോട് വന്ന് ചോദിച്ചാൽ അമ്മ എന്നെ പ്രസവിച്ചു എന്ന് ആ അമ്മയുടെ വയറ്റിൽ നീ ഉണ്ടായി, പുക്കിളിലൂടെ പ്രസവിച്ചു എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അതേ രീതിയിലാണ് ഞാനിത് പറയാൻ പോകുന്നത്. കാരണം എന്നെ കാണുന്നവർ എല്ലാവരും എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയവരൊന്നുമല്ല, സാധാരണക്കാരാണ്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഡോളറും രൂപയും തമ്മിലുള്ള ആ വിനിമയം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ റിസർവ് ബാങ്ക് നമ്മുടെ നോട്ടടിക്കുകയാണല്ലോ. അത് എല്ലാ ദിവസവും രാവിലെ റിസർവ് ബാങ്ക് ഗവർണർ വന്നിട്ട് ഒരു കാര്യം ചെയ്, ഇന്നൊരു 500 നോട്ട് ഒരു 1,00,000 രൂപയ്ക്ക് അങ്ങ് അടിച്ചോ, അല്ലെങ്കിൽ ഒരു 1,00,000 നോട്ടങ്ങ് അടിച്ചോ എന്ന് പറയുന്നതല്ല. അതായത് നോട്ടടിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഇഷ്യൂ 200 കോടി ആകുമ്പോഴാണ്. നോട്ടടിക്കണമെന്നൊരു ശരി, നമുക്ക് നോട്ടടിക്കാം. അപ്പോൾ 200 കോടിയെങ്കിലും അടിക്കണം. അപ്പോൾ 200 കോടിക്ക് ഇപ്പോൾ 500 രൂപ നോട്ടടിക്കാമെന്ന് വെച്ചു. അപ്പം 40 ലക്ഷം 500-ൻ്റെ നോട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് 500-ൻ്റെ നോട്ട് മാത്രമല്ല, 500-ൻ്റെയും 100-ൻ്റെയും 200-ൻ്റെയൊക്കെ കോമ്പിനേഷനിൽ അവരടിക്കും. ഏതായാലും മിനിമം 200 കോടി അടിക്കണം. അപ്പോൾ നമുക്കറിയാം, ഒരു നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്, റിസർവ് ബാങ്ക് ഗവർണർ എഴുതി ഒപ്പിട്ടിരിക്കുകയാണ്, ഐ പ്രോമിസ് ടു പേ ദ ബിയറർ ദ സം ഓഫ് ₹500. അങ്ങനെ നിങ്ങൾ വായിച്ച് കാണും. അപ്പോൾ ഇതൊരു പ്രോമിസറി നോട്ടാണ്. ഈ നോട്ടിനുള്ള വാല്യൂ എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ ഗ്യാരണ്ടി കൊണ്ടാണ്. അതായത് നിങ്ങൾ ഈ നോട്ടുമായിട്ട് എന്നെ അടുത്ത് വന്നു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് തുല്യമായ തുക ഞാൻ നിങ്ങൾക്ക് തരും എന്ന് RBI ഗവർണർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ 200 കോടി നമ്മൾ നോട്ടടിക്കുമ്പോൾ 115 കോടി രൂപയ്ക്കുള്ള സ്വർണവും 85 കോടി രൂപയ്ക്കുള്ള വിദേശ നാണ്യവും, അതായത് ഡോളറായിരിക്കും. ഡോളർ മാത്രമല്ല, മറ്റ് വിദേശ കറൻസി GBP പോലെയുള്ള അല്ലെങ്കിൽ യൂറോ പോലെയുള്ള കറൻസിയിലും വയ്ക്കാമെങ്കിലും മെയിനായിട്ടും എല്ലാ രാജ്യങ്ങളും ഡോളറിലാണ് അത് കീപ്പ് ചെയ്യുന്നത്. അപ്പം 115 കോടി രൂപയ്ക്കുള്ള സ്വർണവും 85 കോടി രൂപയ്ക്കുള്ള വിദേശ കറൻസിയും മാറ്റിവെക്കും. അപ്പോഴാണ് 200 കോടിയുടെ നോട്ടടിക്കുന്നത്. ഇതാണ് വെപ്പ്. അപ്പോൾ നമുക്കറിയാമല്ലോ, 2001-ൽ സ്വർണം ഒരു പവന് 4000 രൂപയാണ്. എന്ന് വെച്ചാൽ 8 ഗ്രാമാണല്ലോ ഒരു പവൻ. അപ്പോൾ 1 ഗ്രാം എന്ന് വെച്ചാൽ 500 രൂപയായിരുന്നു അക്കാലത്ത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ 500 രൂപ അക്കാലത്ത് അടിക്കണമെങ്കിൽ 1 ഗ്രാം സ്വർണം മാറ്റി വെച്ചിട്ട് വേണ്ടേ അടിക്കാൻ. ശരി, ഇപ്പോൾ സ്വർണത്തിന് എത്രയാണ് വില? ഏതാണ്ട് 12,000 രൂപയാണല്ലോ 1 ഗ്രാമിന്. അപ്പം ഞാൻ ഈ 2001-ൽ അടിച്ച ഒരു 500 രൂപ നോട്ടുമായിട്ട് റിസർവ് ബാങ്ക് ഗവർണറെ പോയി കണ്ടിട്ട് ഇതങ്ങ് അകത്ത് വെച്ചിട്ടേ മറ്റേ 1 ഗ്രാം സ്വർണ്ണം എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുമോ? അപ്പോൾ ഇത്രയും ലളിതമാണ്, അല്ലെങ്കിൽ ഇത്രയും സങ്കീർണമാണ്. അപ്പോൾ ഈ 2001-ൽ അച്ചടിച്ച 500 രൂപ നോട്ടിന് 12,000 രൂപയും ഇപ്പം അച്ചടിക്കുന്ന 500 രൂപ നോട്ടിന് ഇത്രയും തുച്ഛമായ വിലയും, ഇതെല്ലാം റിസർവ് ബാങ്കല്ലേ അടിക്കുന്നത്. അപ്പോൾ ഈ കറൻസിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര സങ്കീർണമായൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി മറ്റൊന്ന്,
നമ്മൾ നോട്ടടിക്കുമ്പോൾ ഇന്ത്യൻ രൂപ അടിക്കുമ്പോൾ ഈ പറഞ്ഞ സ്വർണവും പിന്നെ വിദേശ കറൻസി മാറ്റി വയ്ക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഇതുപോലെ ഡോളർ അടിക്കുമ്പോൾ അവർ മാറ്റി വയ്ക്കുന്നില്ല. അപ്പം ഡോളറിൻ്റെ വില എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? അപ്പം ഷെയർ നമുക്കറിയാമല്ലോ, നിങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പം ഷെയറിൻ്റെ വില തീരുമാനിക്കുന്നത് അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ആളുകൾ മേടിക്കുന്നതും വിൽക്കുന്നതിനും അനുസരിച്ച് ഇതിൻ്റെ വില കൂടിയും കുറഞ്ഞും നിൽക്കും. ഇപ്പോൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ചില പിന്നെ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ആ കമ്പനി പൂട്ടിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ഡിമാൻഡിന് സപ്ലൈ അനുസരിച്ച് ഇതിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഡോളർ ഇൻ്റർനാഷണൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഡോളർ. അപ്പം ഡോളറിൻ്റെ ആവശ്യകതയും പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചിട്ട് അതിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ അതിന് സെറ്റിൽമെൻറ്റ് നടത്തേണ്ടുന്ന ഡോളറിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ ഡോളർ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഡോളർ മേടിക്കേണ്ട, കൂടുതൽ ഡിമാൻഡ് ഡോളറിനുണ്ടാകുമ്പോൾ ഡോളറിൻ്റെ വില വർദ്ധിക്കും. അതുപോലെ എക്സ്പോർട്ടർ, നമ്മൾ ഇവിടുന്ന് ഈ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് സാധനം കയറ്റുമതി ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടേണ്ടത് ഡോളറാണല്ലോ. അങ്ങനെ കയറ്റുമതി ചെയ്യുന്ന ഒരു എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? രൂപയുടെ മൂല്യം കൂടണമെന്നായിരിക്കും, കുറയണമെന്നായിരിക്കുമോ? കുറയണമെന്നായിരിക്കും. എന്നാലേ അയാൾക്ക് കിട്ടുന്ന ഡോളറിന് ആനുപാതികമായിട്ട് കൂടുതൽ രൂപ ഇവിടെ കിട്ടുകയുള്ളൂ, ഇല്ലേ? അപ്പോൾ ഇതൊരു വളരെ വലിയ ഒരു സബ്ജക്റ്റാണ്. ഇനി ഡോളറിന് ഏതാണ്ട് 36 രൂപ ഉണ്ടായിരുന്ന ഒരു സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ പുഷ്കര സമയമാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയുടെ കറൻസി റൂബിളായിരുന്നല്ലോ. റൂബിളിന് 45 രൂപയായിരുന്നു. ഡോളറിന് 36, റൂബിളിന് 45. റൂബിൾ അച്ചടിക്കുന്നത് ഈ പറയുന്ന കണക്ക് സ്വർണം മാറ്റി വെച്ചിട്ടെന്നായിരുന്നു അതിൻ്റെ കൺസെപ്റ്റ്. ഏതാണ്ട് 250 ലക്ഷം ടണ്ണോ അങ്ങനെ എന്തൊക്കെയോ വലിയ കണക്കുകളൊക്കെ റഷ്യ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ റൂബിള് സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ തുടർന്ന് ആളുകൾ ഈ റൂബിൾ കൊണ്ടുപോയി ചായ തിളപ്പിക്കാനൊക്കെ തുടങ്ങി. എന്ന് വെച്ചാൽ ഒട്ടും വിലയില്ലാതെ, പേപ്പറിൻ്റെ വില പോലും ഇല്ലാതായി. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ ഈ സ്വർണ്ണമൊന്നും ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത്രയും സങ്കീർണമായ ഒരു സബ്ജക്റ്റാണിത്. ഡോളറിൻ്റെ വില കൂടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ കിടന്ന് കരയുന്നത് ഇല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കാറ് മേടിച്ച്, വലിയ കാറ് മേടിച്ച്, അല്ലെങ്കിൽ വീട് പുതുക്കി പണിതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി പിന്നെ സ്വന്തം ഭർത്താവിനെ ഇട്ട് പെടാപ്പാട് പെടുത്തിയാൽ എങ്ങനെ ഇരിക്കും? അതിങ്ങനെ കമ്പയർ ചെയ്തിട്ടേ അതുപോലെയാണ് ഇപ്പോൾ ഈ TV വാർത്തകളെന്നാണ് ഞാൻ വളരെ ലളിതമായിട്ട് പറയാൻ ശ്രമിച്ചത്. ഞാൻ പിന്നെ ആദ്യമേ പറഞ്ഞല്ലോ, ആദ്യമേ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ആ രീതിയിലാണ് ഞാനിത് പറയുന്നത്. കാര്യം അത്രയും സങ്കീർണമായ ഒരു സബ്ജക്റ്റിനെ ഇതിലും ലളിതമായിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ഡോളറിൻ്റെ വില അങ്ങ് കൂടി രൂപ കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അങ്ങ് തകർന്നു എന്ന് പറഞ്ഞാൽ അത് തീരെ ബാലിശമാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു വെരി മച്ച്.